എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇങ്ങനൊരു മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരാൻ പോകുന്ന 23-ാം തീയതി എറണാകുളത്ത് വെച്ച് വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. സമഗ്ര 2026 എന്ന പേരിൽ. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിലൂടെയും അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിലൂടെയാണ് അവർക്ക് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ 23-ാം തീയതി നടക്കുന്ന പരിപാടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 100 ദിന കർമ്മ പരിപാടിയോട് അനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൽ നിന്ന് 31 പദ്ധതികളാണ് നമ്മൾ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ നടത്തുന്ന പരിപാടിയിൽ പല വകുപ്പുകളുടെ ഏകോപനങ്ങൾ പലപ്പോഴും നടത്തുന്നതിൽ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ വകുപ്പുകളുടെയും പിന്തുണയും അതുപോലെ തന്നെ ഏകോപനം ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം 16,000-ഓളം ഗുണഭോക്താക്കൾക്ക് ഏറ്റവും അടിയന്തരമായിട്ട് സഹായം കിട്ടുന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പ്രഖ്യാപനമാണ് 23-ാം തീയതി നടക്കുക. കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളാണ് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ പള്ളുരുത്തിയിലുള്ള SN ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 19-ാം തീയതി ഇതിനോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനം അതിലുണ്ടായിരുന്നു. വളരെ വിജയകരമായിട്ട് ആ വാക്കത്തോൺ പരിപാടി പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. 800-ഓളം ആളുകളാണ്, വിദ്യാർത്ഥികളും പല മേഖലകളിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വാക്കത്തോൺ നടന്നത്. അപ്പം അത് ഏറ്റവും ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെയൊക്കെ ഒരു ശ്രദ്ധ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കാൻ അതിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്ന പദ്ധതിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തിരഞ്ഞെടുപ്പിന് മുൻപ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി, പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയ ഒരു സർക്കാരാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള കോർപ്പറേഷൻ വഴി പ്രിയദർശിനി എന്നുള്ള പേരിൽ തന്നെ ഒരു പലിശരഹിത വായ്പ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മൈക്രോ ലെവൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കും. ഒരുപാട് വനിതകൾക്ക്, കേരളത്തിലുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് വനിതകൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പദ്ധതികളൊക്കെ നമുക്ക് 100 ദിനത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ സമയബന്ധിതമായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും നമ്മൾ പദ്ധതി പ്രഖ്യാപിക്കും, പക്ഷേ നമുക്ക് സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും വരാൻ പാടില്ല, സമയബന്ധിതമായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഈ പരിപാടിയിൽ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും. അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരായിട്ടുള്ള എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ റോജി എം ജോൺ, ശ്രീ വി അബ്ദുൽ ഗഫൂർ, അതുപോലെ തന്നെ MP-മാരായിട്ടുള്ള പ്രിയപ്പെട്ട ഹൈബീഡൻ, ശ്രീമതി ജെബി മേത്തർ, ശ്രീ ബെന്നി ബെഹനാൻ, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ ഫ്രാൻസിസ് ജോർജ്, അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷൻ മേയർ, MLA-മാരായിട്ടുള്ള ശ്രീ അൻവർ സാദത്ത്, ശ്രീ ദീപക് ജോയ്, ശ്രീ മുഹമ്മദ് ഷിയാസ്, ശ്രീ മനോജ് മൂത്തേടൻ, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, VP സജീന്ദ്രൻ, ഷിബു തെക്കുംപുറം, ടോണി ചെമ്മണി, ശ്രീമതി ഉമ തോമസ്, ശ്രീ TJ വിനോദ്, ഇത്രയും MLA-മാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ MP-മാരും മന്ത്രിമാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ഇതൊരു വായ്പാ വിതരണ ചടങ്ങ് എന്നത് മാത്രമല്ലാതെ വിവിധ വകുപ്പുകളുടെ സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വിവിധ ബോധവൽക്കരണ ക്ലാസ്സുകളും ഇതിനോടനുബന്ധിച്ച് നടക്കും. ഒരുപാട് സ്റ്റാളുകൾ അതിന് വേണ്ടിയിട്ട് ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും നേതൃത്വം കൊടുത്ത വളരെ വിപുലമായിട്ടുള്ള യോഗം 1-2 തട്ടിൽ വളരെ കൃത്യമായിട്ട് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരമാവധി പഴുതുകൾ അടച്ചുകൊണ്ടാണ് ഈ പരിപാടിയുടെ ആസൂത്രണം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ സെക്രട്ടറി, അതുപോലെ തന്നെ MD ഉൾപ്പെടെ, മാനേജർ ഉൾപ്പെടെ എല്ലാവരെയും അതിനുള്ള അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് വളരെ വിജയകരമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. പിന്നെ അന്ന് ചെയ്യുന്നത് ഈ റിട്ടയർമെൻറ്റ് ലൈഫ് നയിക്കുന്ന ആളുകൾക്കും ഇതുപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങാനും അവർക്കത് കുറച്ചുകൂടി അവരുടെ എക്സ്പീരിയൻസും അവരുടെ കഴിവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും അവർക്കും ഇതുപോലെ ജീവൻധാര എന്നുള്ള പേരിൽ നമ്മളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു വാർത്താപത്രിക, ദിശ എന്ന് പേരിട്ടിട്ടുള്ളൊരു വാർത്താപത്രിക, അതിൻ്റെ പ്രകാശന കർമ്മവും ഈ പരിപാടിയിൽ വെച്ചിട്ട് തന്നെ നിർവഹിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പല കോണുകളിൽ ഇന്ന് സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മൾ ചിലപ്പോൾ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോഴായിരിക്കും ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ സന്ദർഭവശാൽ പറയുമ്പോഴായിരിക്കും ഇങ്ങനെ ഉണ്ടോ, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള അഭിപ്രായം പറയുക. അപ്പം നമ്മളിത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വാർത്താപത്രികയുടെയും കൂടെ ഒരു പ്രകാശന കർമ്മം അവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1ാം ഘട്ട പരിപാടിയാണ് ഇപ്പം എറണാകുളത്ത് വെച്ച് നടക്കാൻ പോകുന്നത്. നമ്മൾ 100 ദിന കർമ്മ പരിപാടിയിൽ 200 കോടി രൂപയുടെ വായ്പാ വിതരണമാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടി നടക്കുന്ന ദിവസം തന്നെ അതിൽ 4/1 100 കോടിയോളം രൂപ വരുന്ന വായ്പാ വിതരണം നമുക്ക് അന്നത്തെ ദിവസം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ 2ാം ഘട്ടം നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ പാലക്കാട് വെച്ച് നടക്കും. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് കൂടുതൽ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടുകൂടി നടപ്പിലാക്കുന്ന എക്സിബിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലും പാലക്കാട് നടക്കുന്ന പരിപാടിയിലും കരകൗശല വിദഗ്ധരുൾപ്പെടെ വിവിധ മേഖലകളിലുള്ള ആളുകളുടെയൊക്കെ ഒരു പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ സമഗ്ര 2026 ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം. കാരണം എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ആദ്യത്തെ ഒരു പാലക്കാട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രസ് മീറ്റ് വിളിച്ചപ്പോഴും ഞാൻ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും തേടിയിരുന്നു. ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ അതൊരിക്കൽ കൂടി വകുപ്പിന് വേണ്ടി, സർക്കാരിന് വേണ്ടി ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു.